ഹലോ ഹായ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 'മാരി മൈ ഹസ്ബൻഡ്' 7th എപ്പിസോഡാണേ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലാത്തവര് കാണുക. എങ്കിലേ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാകത്തുള്ളൂ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ജിയൂണും ഹീറോ ജെയും കൂടെ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കുന്നതാണ്. അതായത് അവര് തമ്മില് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവര് ഫ്യൂച്ചറിൽ നിന്നും വന്നതാണെന്ന്. അങ്ങനെ അപ്പം നമ്മുടെ ഹീറോയിൻ അവളുടെ ഫ്യൂച്ചറിൽ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ജെയുടെ അടുത്ത് പറയുന്നതാണ്. എങ്ങനെയാണ് പാർക്ക് മിന്നും സുമിനും അവളെ ചതിച്ച് അവളെ കൊലപ്പെടുത്തിയതെന്നും പിന്നീട് അവള് തിരിച്ച് 2013ലേക്ക് വന്നപ്പോ അവളുടെ കയ്യില് വീണേണ്ടിയിരുന്ന ആ കെറ്റില് വീണ് ജെയുടെ കയ്യില് പാടുണ്ടായതും, അതായത് അവൾക്ക് വരേണ്ടിയിരുന്ന ഫേറ്റാണ് അവനിലേക്ക് മാറിയത്. സോ അതൊക്കെ അവൾക്ക് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ജെയുടെ അടുത്ത് പറയുവാണ് ചെയ്യുന്നത്. സോ അങ്ങനൊക്കെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തിന് ജയ പറയുന്നുണ്ട്, താനും ഫ്യൂച്ചറിൽ നിന്ന് വന്നത് നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്ത് ഹെൽപ്പ് എന്റെ അടുത്ത് ചോദിക്കാം. വരൂ എന്ന് പറഞ്ഞിട്ടൊക്കെ അവൻ അവളെയും കൊണ്ട് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോ ആദ്യമൊക്കെ നമ്മുടെ ഹീറോയിൻ ജിയൂണിന് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ആഹ് ഓക്കെ, അവനൊരു ഫ്രണ്ടായിട്ട് കണ്ട് വിളിക്കുന്നതല്ലേ സുവനീർ ആണെങ്കിലും എന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് പോവാണ് ചെയ്യുന്നത്. റൂമിൽ പോകുന്ന സമയത്തിന് അവിടെ കാണിക്കുന്നത് അവിടെ ഒരു പൂച്ചക്കുട്ടി. ആ പൂച്ചക്കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അത് എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡ്സ് കാണുക. ഞാൻ പ്ലേലിസ്റ്റും ഫസ്റ്റ് എപ്പിസോഡ് ഐകാർഡിലാക്കി മുകളിൽ ഇട്ടിരിക്കാം. ഐകാർഡ് ബട്ടണിൽ ഞെക്കുക. സോ അത് കാണുക. ഓക്കെ. സോ ആ പൂച്ചക്കുട്ടിയെ കാണുന്നത് വഴി ജിയൂൺ ചോദിക്കുന്നുണ്ടോ, പിന്നെ നിങ്ങൾക്ക് ക്യാറ്റ് ലവർ ആണോ? അപ്പൊ നിങ്ങൾ ക്യാറ്റിനെയൊക്കെ വളർത്താറൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ ജിയൂൺ അറിയത്തില്ലല്ലോ. അവള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തിന് അവള് നോക്കി വളർത്തിയിരുന്ന ഒരു സ്ട്രേ ക്യാറ്റ് ആയിരുന്നു അതെന്നും. പക്ഷെ ജെ എന്തിനാണ് അതിനെ എടുത്ത് വളർത്തുന്നതും അവളോടുള്ള ഇഷ്ടവും അതൊന്നും ജെ ഇതുവരെയായിട്ടും നമ്മുടെ ജിയൂന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സോ ജെ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അവളുടെ ഫ്യൂണറലിന് അവൻ പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് പാർക്ക് മിന്നും സുമിനുമാണ് കുറ്റവാളികൾ. അവരാണ് നിന്നെ കൊലപ്പെടുത്തിയതെന്നൊക്കെ മനസ്സിലാക്കിയതും എന്നൊക്കെ അവര് പറയുന്നുണ്ട്. സോ അവര് തമ്മിലും അത് പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിൽ എത്തിയിട്ട് അവര് കൗച്ചിൽ പോയിരുന്ന് സംസാരിക്കുവാണ് ചെയ്യുന്നത്. എന്താണ് പ്ലാൻ, ഇനി എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തിന് ജയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പണ്ട് അവളുടെ ഫ്യൂണറലിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. സോ ആ കാറ് ബ്രേക്ക് ഡൗൺ ആയത് കൊണ്ട് അവന് വഴി വന്ന ഒരു ടാക്സിയിൽ കയറി അവന്റെ വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഈ ടാക്സി ഡ്രൈവർ ആരാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ ജിയൂൺ ഹീറോയിന്റെ അച്ഛനാണ്. അതായത് മരിച്ചുപോയ അച്ഛനായിരുന്നു ആ ടാക്സി ഡ്രൈവർ ആയിട്ട് വന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാന്ന് പറയുമ്പം നമ്മുടെ ജയ പറയുന്നുണ്ട്, എനിക്ക് ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ഉള്ള ഒരു ദിവസമാണിന്ന്. ഞാനൊരു ലൂസർ ആണെന്ന് പിന്നെയും തെളിയിച്ചിരിക്കുന്നു. എനിക്ക് മാറ്റാൻ പറ്റിയിട്ടും കാര്യങ്ങൾ മാറ്റാൻ പറ്റിയില്ല എന്നൊക്കെ അവൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഡ്രൈവറിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ജിയൂൺ ആദ്യമായിട്ട് ഓഫീസിൽ വന്നതും അവൾക്ക് പാർക്ക് മിന്നുമായിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതും പിന്നെ അവന്റെ ഇഷ്ടം പറയാതെ അവൻ പോയതിനെ പറ്റിയൊക്കെ അവന് റിഗ്രറ്റ് ആലോചിച്ച് ഇരിക്കുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവർ അങ്കിള് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ റിഗ്രറ്റ് അടിച്ചൊന്നും ഇരിക്കുകയൊന്നും വേണ്ട. ആരും ഈ ലോകത്ത് ലോസർ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇനി രണ്ടാമതൊരു ചാൻസ് കിട്ടിയ, അത് സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആ ഡ്രൈവർ ജയയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ജയ അതെന്തായാലും അവൻ ആ സെക്കൻഡ് ചാൻസ് വെറുതെ പാഴാക്കി കളയില്ല എന്നും ഡ്രൈവറിനോട് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ ആണ് അവന് ആക്സിഡന്റ് പറ്റുന്നതും. ആ ആക്സിഡന്റ് കഴിഞ്ഞ് അവൻ കണ്ണ് തുറക്കുമ്പം ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് വന്നതായിട്ടുമാണ് കാണുന്നത്. സോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടും കുറച്ചൊക്കെ നമ്മുടെ ജീവന്റെ അടുത്തും പറഞ്ഞുകൊണ്ടും അവിടെ ഇരിക്കുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ കാണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, മിസ് കിം ആണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുവാണ് ഹസ്ബൻഡ് അടുത്ത്, അതായത് മോളെ സ്കൂളിൽ വിട്ടോ, മോൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെ. അപ്പം ഈ ഹസ്ബൻഡ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ വെറുതെ വീഡിയോ ഗെയിംസും കളിച്ചുകൊണ്ട് അവിടെ സമയം കളയുവാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് വിശക്കുന്നു എന്നൊക്കെ. അപ്പം മിസ് കിം ചോദിക്കുന്നുണ്ടോ,
കുട്ടി നിങ്ങള് ഫുഡ് പോലും കൊടുത്തിട്ടില്ലേ? ഒക്കെ ചോദിക്കുമ്പോ അയാള് പറയുന്നുണ്ട്, "നീ ഇവിടെ ഈ വീട്ടിലെ ബ്രെഡ് വിന്നർ ആയതുകൊണ്ട് അതായത് നീ മാത്രമേ ശമ്പളം ഉണ്ടാക്കുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കേറണ്ട. എനിക്കറിയാം ഞാൻ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാള് ഫോൺ കട്ട് ചെയ്യും. നമുക്കിവിടെ തോന്നുന്നുണ്ട് ഇനി നമ്മുടെ ജിയോണിന്റെ ഫേറ്റ് മിസ് കിമ്മിനാണോ വന്നത്? അത് നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. സോ അങ്ങനെ അവരവിടെ കോള് കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മിസ്റ്റർ ലീ എന്ന് പറഞ്ഞ ആ കമ്പനിയിലേക്ക് പുതിയതായിട്ട് ജോലി ചെയ്യാൻ വന്ന ഒരാളാണ് കേട്ടോ. മിസ്റ്റർ ലീയും മിസ് കിമ്മും തമ്മിൽ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് മിസ്റ്റർ ലീ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണ്ട, സംസാരിക്കേണ്ട, നിന്നോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്കിനി വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ മിസ്റ്റർ ലീ വന്നത് അറിഞ്ഞുകൊണ്ട് ആ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം തമ്മിൽ തമ്മിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആരാണ്? ആം, എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ സമയത്തിന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ മിസ്റ്റർ ലീ എന്ന് പറയുന്നത് നമ്മുടെ ജയയുടെ ബ്രദർ തന്നെയാണ്. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ന്റെ കമ്പനിയിലാണ് മിസ്റ്റർ ജെയും മിസ്റ്റർ ലീയും അതുപോലെ സ്റ്റെപ്പ് സിസ്റ്റർ യൂനയൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇയാള് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ വരുവാണ്. "നീ എന്റെ മാനേജർ പോസ്റ്റ് തട്ടിയെടുക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്?" എന്നൊക്കെ ചോദിക്കുമ്പോ പറയുന്നുണ്ട്, "അതിനൊന്നുമല്ല. എന്നെ ഗ്രാൻഡ് ഫാദർ ആണ് പറഞ്ഞു വിട്ടത്. ഇവിടേക്കിന് വന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. നീ ആ ജിയൂൺ എന്ന് പറഞ്ഞ പെണ്ണിന്റെ പുറകിന് നടക്കുവല്ലേ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞ പോലെ ആ ഷെയർസ് ഒക്കെ വിൽക്കാതെയൊക്കെ നീ എന്തെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷെ നമ്മുടെ ജെയ്ക്ക് അറിയാമല്ലോ ആ ഷെയർസ് വിൽക്കേണ്ട കാര്യമില്ല. നല്ല ലാഭത്തിൽ കിട്ടുമെന്ന്. കാരണം അവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണല്ലോ. പക്ഷെ അത് ഇവൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ട് കാര്യവുമില്ല. സോ അങ്ങനെ അവിടെ കൺവെർസേഷൻ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പം ജിയോന് പകരം ആ മീൽ കിറ്റ് പ്രോജക്റ്റിന്റെ ഹെഡായിട്ട് ഞാൻ മിസ് കിമ്മിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ പ്രൊഫൈലൊക്കെ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജയ പറയുന്നുണ്ട്, ജിയൂണ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു സ്റ്റാഫാണ് നമ്മുടെ കമ്പനിയിലെ. എന്തായാലും നടക്കട്ടെ നിന്റെ ഇഷ്ടത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്നുണ്ട്. ലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തിട്ട് ജയ പറയുന്നുണ്ട്, ഇനിയും തൊട്ട് സുമിനും പാർക്ക്മിനുമാണ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് മീൽ കിറ്റ് പ്രോജക്റ്റിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റ്സിൽ പോയി ഫുഡ്സിന് എന്താണ് കൺസ്യൂമേഴ്സിന് പരിചയപ്പെടുത്തേണ്ടതെന്നൊക്കെ ഒരു ഒരു പണി നമ്മുടെ സോറി മിന്നിനും സുമിനും കൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പാർക്ക് മിന്നിനും സുമിനും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ജയയുടെ പുറകിന് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? അവര് തമ്മിൽ ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല നിലയ്ക്ക് പോത്തില്ല. അവർക്ക് അങ്ങനെ ആത്മാർത്ഥതയൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല പണി ചെയ്യുന്നതിലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജയ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം. അവര് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവട്ടെ. അവര് തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവര് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവട്ടെ. അവര് തമ്മിൽ ഇഷ്ടപ്പെടുവാണ് നിന്റെ തലേന്ന് പോവല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തായിട്ട് കാണിക്കുന്നത് എല്ലാരും കൂടെ നമ്മുടെ മിസ് കിമ്മിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതാണ് പുതിയ പൊസിഷനിൽ കിട്ടിയതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പം കാണിക്കുന്നത് ജയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഷെഫ് പയ്യൻ യൂൻ ഉണ്ടല്ലോ. അവന്റെ അടുത്ത് പോയി നിന്നിട്ട് ആൽക്കഹോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യൂന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതായത് അവനും ഇനി ഫ്യൂച്ചറിൽ നിന്നും വന്നതാണോന്നറിയാൻ. പക്ഷെ നമ്മുടെ യൂനിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ജയക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവനൊന്നും അറിയില്ല. ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതല്ല എന്നൊക്കെ. സോ അങ്ങനെ അവിടെ അവൻ കള്ളും കുടിച്ചിരുന്ന് അങ്ങ് ബ്ലാക്ക് ഔട്ട് ആയി ബോധം കെട്ട് വീഴുന്നുണ്ട്. സോ എന്താ പറയാ റെസ്റ്റോറന്റും അടയ്ക്കണമല്ലോ. അപ്പൊ ജയയുടെ ഫോണിലെ റീസെന്റ് കോൾസിൽ നിന്ന് അവന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള യൂനയുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഷെഫ് പയ്യൻ യൂൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ വിളിച്ചു വരുത്തുമ്പോ അവള് പറയുന്നുണ്ട്, ഇതെന്റെ ബ്രദറാണ്, സോറി, ആൽക്കഹോൾ കുടിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്, നിങ്ങൾക്ക് സോറി ഉണ്ട് ട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ യു&കെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഷെഫ് പയ്യൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജിയൂൺ എന്ന് പറഞ്ഞ ആളെ അറിയാവോ? എന്റെ ഫ്രണ്ടാണ്. ഞാൻ അവൾക്ക് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ യൂന ചോദിക്കുന്നുണ്ട്, ആണോ? ജിയൂൺ എന്റെ ഏറ്റവും വളരെ അടുത്ത ഫ്രണ്ടാണ്. അന്ന് നിങ്ങളപ്പോ കൊടുത്തുവിട്ട മിൽക്ക് കേക്ക് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നിങ്ങളാണോ ഷെഫ്? അയ്യോ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുപോലെ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്ക് അന്നേ വരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ വളരെയധികം കഴിവുള്ള ഒരു ഷെഫാണെന്നൊക്കെ പറഞ്ഞ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പം നമ്മുടെ ഷെഫ് പയ്യന്റെ കണ്ണ് രണ്ടും ബൾബ് കത്തിയതുപോലെ ആയിട്ടുണ്ട്. അവനങ്ങ് അത് ഇഷ്ടപ്പെട്ടു. ഇനി ഇവര് തമ്മിലൊരു സ്പാർക്ക് വല്ലതും ഉണ്ടാവോ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം.
ഇതിന്റെ ഇടയ്ക്ക് സുമിനും മിന്നും കൂടെ ഒളിച്ചും പാത്തും ഒക്കെ അവരിപ്പോ ഒരു ടീം മെമ്പേഴ്സ് ആണല്ലോ. അവരെ രണ്ടുപേരെ ഒരു ഉദ്യമം ഏൽപ്പിച്ചിരിക്കുവാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അവർ ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ തമ്മി കാണുന്നും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഗ്രാൻഡ് ഫാദർ നമ്മുടെ ജയയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീയുമായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ് ടൈക്കൂണിന്റെ മകളെ നീ കല്യാണം കഴിക്കണം എന്നത്. കാരണം അതുവഴി ഇവരുടെ യു&കെ ഫുഡ് കമ്പനീസിന് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അവനോട് അവളെ കല്യാണം കഴിക്കാനായിട്ട് പറയുന്നത്. പക്ഷെ നമ്മുടെ ജയക്ക് ഇതിനോടൊന്നും താല്പര്യവും ഇല്ല. ദെൻ അന്നത്തെ ദിവസം ഓഫീസിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജിയൂണെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഷെയർസ് ഒക്കെ നല്ല പോലെ ലാഭത്തിലായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഗ്രാഫ് ഒക്കെ അങ്ങ് മേളിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് പാർക്കിൻ വന്ന് നമ്മുടെ ജിയൂനെ വിളിക്കാൻ വരുമ്പം അവള് പെട്ടെന്ന് അങ്ങ് മോണിറ്റർ അങ്ങ് ക്ലോസ് ആക്കുന്നുണ്ട്. അപ്പം സുമിൻ ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെന്താ ഇവളീ ചെയ്യുന്നേന്ന് നോക്കുമ്പോ അവളുടെ സിസ്റ്റം എടുത്ത് നോക്കുമ്പോ അവൾ ഈ കറക്റ്റ് ആയിട്ട് ലാഭം വന്നേക്കുന്ന ഷെയർസിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സുമിൻ കാണുന്നുണ്ട്. അപ്പൊ സുമിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സാധ്യമാവുന്നുണ്ട്, കറക്റ്റ് ഈ ലാഭം വരുന്നതിനകത്തൊക്കെ തന്നെ ഇവള് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളും കുറച്ച് ഷെയർസിനകത്ത് കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് പാർക്മിനും സുമിനും ആ മീറ്റിംഗ് നടക്കുന്ന ടേബിളിന്റെ അവിടെ നിന്നിട്ട് കുറച്ച് സോപ്പൊക്കെ ഇടുവാണ്. പാർക്ക്മിനാണെങ്കിൽ ജിയൂണിനോ, നീ നിന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ജിയൂണിന് ഇത് അറിയാമെങ്കിൽ അവളും കുറച്ചൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇതിന് കേട്ടോ. ദെൻ പാർക്ക്മിൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പൈസ നീ കടം തരണം. സംഭവം നമ്മുടെ ജിയൂൺ കുറച്ച് സീനിയർ സ്റ്റാഫ് ആണല്ലോ. അതുകൊണ്ട് ഇവരെക്കാട്ടിലും നല്ല സാലറി നമ്മുടെ ജിയൂണിനുണ്ട്. അപ്പം ജിയൂൺ പറയുന്നുണ്ട്, അയ്യോ നീ കുറച്ചുകൂടെ നേരത്തെ പറയായിരുന്നില്ല. ഞാൻ ഒരു ദിവസം മുന്നേ ഞാൻ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പാർക്ക്മിനിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നീ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നോ? എന്തിന്? നിനക്ക് ആകെ കൂടെ ഒരു ബോയ് ഫ്രണ്ട് ഞാനല്ലേ ഉള്ളൂ. എന്നിട്ട് നിനക്ക് എനിക്ക് പൈസ തരാൻ വയ്യെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആം, എന്താണ് ജിയും പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിന്റെ മനസ്സൊന്ന് കൂളാക്കാൻ വേണ്ടി നമുക്ക് 3 പേർക്കും ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞിട്ട് അവര് 3 പേരും പാർക്കിൽ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ കിടക്കുന്ന സമയത്തിന് ഈ സുമിനെയും പാർക്ക്മിനിനെയും കൂടെ ഒന്ന് ഒരുമിച്ചിരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു കോള് വന്നിട്ടുണ്ട് ഓഫീസിലെന്ന് വ്യാജം പറഞ്ഞിട്ട് നമ്മുടെ ജിയൂൺ അവിടുന്ന് സ്കൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി അവളെ വിളിച്ചത് നമ്മുടെ ഷെഫ് പയ്യൻ യൂൻ ആയിരുന്നു കേട്ടോ. യൂൻ ആണെങ്കിൽ ഓഫീസിന്റെ അവിടെ വന്ന് അവളെ കാത്തു നിൽക്കുന്നുണ്ട് ഒരു ബൊക്കെ വായിക്കൊണ്ട്. സോ ഇവര് തമ്മിൽ കളിച്ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ നമ്മുടെ ജയ കാണുന്നുണ്ട് ദൂരെ നിന്ന്. ജയക്ക് ഇത് കണ്ടപ്പോ ആകെ ഒരു ജലസ് അടിക്കുന്നുണ്ട്. ജയ ഉടനെ ജിയൂനെ വിളിച്ചിട്ട് ഒരു പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ക്യാബിനിൽ പോയിരുന്ന് സംസാരിക്കുന്ന കാണിക്കുകയാണ് അടുത്തതായിട്ട്. അതായത് ജിയ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജിയും പറയുന്നുണ്ട്, പണ്ട് അവളുടെ കയ്യില് ഫ്ലാസ്കിൽ നിന്നുള്ള ചൂടുവെള്ളം വീണൊരു പാടുണ്ടായിരുന്നു. ആ പാട് ജയ വന്നന്ന് രക്ഷിച്ചത് കൊണ്ട് ജയയുടെ ശരീരത്തിലേക്കാണ് ആ പാട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പെർമനന്റ് ആയിട്ട്. അപ്പൊ അതുപോലെ അവളുടെ ഫേറ്റ് വേറെ ആൾക്കാർക്ക് മാറ്റാൻ പറ്റുമെന്ന് അവൾക്ക് അതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ അവളുടെ ഫേറ്റ് വേറെ ആൾക്കാർക്ക് മാറ്റാൻ പറ്റുമെന്ന് അവൾക്ക് അതുകൊണ്ട് മനസ്സിലായി. അപ്പം അതിനുള്ള എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ നമ്മുടെ ആര് ജിയൂൺ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവരുടെ കമ്പനിയിൽ ഒരു ഔട്ടിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഗെയിംസ് ഒക്കെ ആവിഷ്കരിക്കാൻ നമ്മുടെ യൂനിയനെയാണ് ജെ ഇതാക്കിയേക്കുന്നത്. അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ ക്യാമ്പിംഗ് സൈറ്റിൽ പോകുമ്പം അവിടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് കാരവാൻ ഭവനുള്ള ആ ഒരു ഇതിനകത്ത് കയറി കിടക്കാം. ബാക്കി സെക്കൻഡും തേർഡും പ്രൈസ് കിട്ടുന്നവർക്കൊക്കെ സാധാ എന്താണ് ടെന്റിനകത്തായിരിക്കും അവർക്ക് ക്യാമ്പ് ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് നമ്മുടെ ജിയൂൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ലാസ്റ്റ് ടൈം ജിയൂണിനെ സോപ്പിട്ടും പറക്കിയും ഒക്കെ സുമിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് നേടിയെടുത്തത്. ഇപ്രാവശ്യം അതിന് നിന്ന് കൊടുക്കരുത്. തനിക്ക് ജിയൂണിന് തന്നെ ജയിക്കണമെന്ന് ജിയൂൺ മനസ്സിൽ വിചാരിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ അവള് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്തിന് മാത്രമല്ല ലാസ്റ്റ് ടൈം ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പം
സുമിനും പാർക്ക്മിനും തമ്മില് അവിടെ ഒരു ഇന്റിമേറ്റ് സംഭവങ്ങളൊക്കെ ആ ക്യാരവാന്റെ അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ഒരാളെയും കൂടെ കിടത്താൻ പറ്റും. അപ്പം സുമിൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പം പാർക്ക്മിനെയാണ് കൂടെ കിടത്തിയിട്ട് അവര് തമ്മിൽ ഒരു ഇന്റിമേറ്റ് സംഭവങ്ങളൊക്കെ അന്നത്തെ രാത്രിയിൽ അവിടെ വെച്ച് ഉണ്ടായായിരുന്നു. ആക്ച്വലി അതൊന്നും അന്ന് ജിയൂണിന് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും അന്ന് അവക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് അവള് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേന് ഓപ്പോസിറ്റ് വഴിയിൽ നമ്മുടെ ജയ വരുന്നുണ്ട്. ജയ വന്നിട്ട് അവളടുത്ത് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്തിന് പറയുന്നുണ്ട്, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് കണ്ടില്ലേ, എന്റെ ഷോൾഡർ എന്റെ എന്താണ് ശരീരത്തും ഒരു ബ്ലൂ കളർ സിമ്പൽ ഉണ്ട്, അത് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നപ്പം എന്റെ ശരീരത്തിൽ താനെ വന്നതാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു സിമ്പൽ കാണുമ്പം നമ്മുടെ ജിയൂണിന് ഓർമ്മ വരുന്നുണ്ട് പണ്ട് കുഞ്ഞിലെ അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്തിരുന്ന നോട്ട് പൈസകളിൽ വരച്ചു വെച്ചിരുന്ന ആ ഒരു സിമ്പൽ തന്നെയാണ് നമ്മുടെ ജയയുടെ ശരീരത്തും കാണുന്നത്. സോ അത് കാണുമ്പോൾ നമ്മുടെ ജിയൂണിന്റെ കണ്ണൊക്കെ ആകെ നിറയുന്നുണ്ട്. അവളുടെ അച്ഛനെ ഓർമ്മ വന്നിട്ട്, അതായത് അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത്. അവളുടെ അമ്മ അവരെ വിട്ടുപോയിരുന്നു വേറൊരാളുടെ കൂടെ ജീവിക്കാൻ. സോ അച്ഛൻ കഷ്ടപ്പെട്ട് അവളെ പഠിച്ചു വലുതാക്കി. പക്ഷെ അച്ഛൻ മരിച്ചുപോയി. അപ്പം തന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് ജിയൂണിന്റെ കണ്ണാകെ നിറയുന്നുണ്ട്. സോ ഇവിടെ അവര് തമ്മിലൊരു പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജീവൻ പറയുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ എന്ത് വില കൊടുത്തും മേടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവള് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കാണിക്കുമ്പോൾ സുമിനാണെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ പാർക്ക്മിന്നിനെ കാണുന്നുണ്ട്. സോ അവനെ ഒന്ന് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ മുറിവ് പറ്റി എന്ന് കാണിച്ചുകൊണ്ട് അവനെ വിളിക്കുവാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവനൊന്ന് ചെറുതായിട്ട് അവന്റെ മനസ്സൊക്കെ ഒന്ന് പതറിപ്പോകുന്നുണ്ട്. എന്നാലും ഗെയിമിൽ നിൽക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഓടിപ്പോവാണ് ചെയ്യുന്നത്. ദെൻ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ആ ഒരു റെഡ് കളർ ഫ്ലാഗ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം അത് എടുക്കണമെങ്കിൽ ഒരു റിവർ ക്രോസ് ചെയ്ത് പോകണം. ആ റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണല്ലോ. സോ ജെ ആണെങ്കിൽ അവളെ കാണുന്നില്ല. അവൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവളുടെ പുറകിന് വെച്ച് പിടിക്കുന്നുണ്ട്. അവളെ കണ്ടെത്താന്. നോക്കുമ്പോ അവള് റിവറിന്റെ ഒത്ത നടുക്ക് നിക്കുവാണ്. അവള് കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ മുങ്ങിത്താണേനെ. അപ്പം ജയ അവളെ പിടിച്ച് കരക്കെത്തിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്തത്? എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളാൻ, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, ഞാനൊരു ലൂസറാണ്. പക്ഷെ ഇനി എനിക്ക് ഇനി ലൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ജയ പറയുന്നുണ്ട്, ഒരിക്കലും നീ ലൂസറാന്ന് വിചാരിക്കില്ല. നീ നിന്റെ മനസ്സ് കൊടുത്ത് എന്ത് കാര്യം ചെയ്താലും നിനക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് പണ്ട് അവള് പാർക്കിൽ വെച്ച് കണ്ട ഒരു പയ്യന്റെ അടുത്ത് പറഞ്ഞ വാക്കുകളാണല്ലോ. എന്നവൾക്ക് ഒരു ചെറിയ പൊടി പോലെ ഓർമ്മ വരുന്നുണ്ട്. സോ അത് ആലോചിച്ചുകൊണ്ട് അവരവിടെ നിക്കുന്നിടത്ത് ഈ ഈ എപ്പിസോഡ് തീരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ എന്റെ നറേഷനും ഈ കഥയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ എന്റെ ഈ നറേഷനിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എങ്കിലേ എനിക്ക് കൂടുതലും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബൈ, താങ്ക് യു.